എടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടോ, എന്റെ പേഴ്സണൽ അഫയേഴ്സിൽ ഒരാളെ ഞാൻ ഇൻവോൾവ് ചെയ്യിക്കില്ല. അതെന്റെ ഭർത്താവായാലും അച്ഛനായാലും കണക്കാ. എന്താ അംബിക ഇത്? എന്താ ഉണ്ടായേ? അച്ഛൻ മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കണുണ്ടോ? ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാടി നടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കാമെന്ന് ഒരുത്തെ ചെരിപ്പൂരി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും. അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം നാലാം കിട നാത്തൂൻ പോര്. മറുപക്ഷ തനക്കൊന്നുമില്ലല്ലോ. നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർ മാറി കിടക്കപ്പായെന്ന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടിയായിരുന്നു. യങ് ബിസിനസ് മാഗ്നറ്റ്സിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ. അംബിക ചേച്ചി ഗൾഫിൽ നിക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛന്. വയ്യ അതിനകത്ത്. എത്ര ചെവി കൊട്ടിയടിച്ചിട്ടും കേട്ടുപോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കാനുള്ള ചളിപ്പുണ്ട്. മിണ്ടാതിരിക്കുക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല. നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ ആർക്കെങ്കിലും? അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല. അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തന്മാർ എന്റെ അടുത്ത് ഡേർട്ടി ജോസുമായി വരുന്നത്. ഈ നരകത്തിന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ. വിറ്റ് മുടിച്ചതല്ലേ? പപ്പാ, പപ്പാ. എന്നാ എന്നാ വേണം? ഞാൻ ഗുഡ് മോർണിംഗ്. ഇല്ല, അത് ഗുഡ് മോർണിംഗ് ഇല്ലേ? ഉണ്ട്. എന്നാ പറ. ഗുഡ് മോർണിംഗ്. പപ്പ സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസായി? ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേയ്, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഞാൻ ഈയിടെ ഒരു തമിഴ് മാഗസിനിൽ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തി 3-4 ഏലസ് കിടക്കണല്ല. കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ ഞാൻ കണ്ട്. വണ്ടി എടുക്ക. എന്ത് പറ്റി? ഒന്നുമില്ല. താൻ ആ വീഡിയോക്കാരെ സെറ്റിൽ ചെയ്തിട്ട് വാ. ശരി.
എന്താ മൂടൊന്നും മാറിയ പോലെ? ഒന്നുമില്ല. പപ്പയുടെ വിവാഹം ഉടനെ നടത്തണം. ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട. നീ ഒരു ചേർത്താ ഇതാരാ ഇവിടെ വന്ന് കളിക്കാൻ? ആരും ആവാം. യൂസഫ് ഷായുടെ പിള്ള. അവനെ ഇതിന് ധൈര്യം കാണിക്കൂ. നമുക്ക് പുറകെ വിട്ടാലോ? വേണ്ട, പപ്പ എത്തുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. രാവിലേക്ക് മുമ്പ് നീ ഗ്ലാസ് മാറ്റിയിട്ടേക്ക്. ഗ്രീൻ റൂമിൽ അവസാനത്തെ റഷ്. അതേട്ടനൊന്ന് കാണായിരുന്നു. എന്താ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്. ആ പോപ്പ ഫാൻസ് ഒന്നുമല്ല. ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ. ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ചാ പറഞ്ഞത് ഗംഭീരായ മോളെന്ന്. പിന്നെ നട്ടുവം ശേഷാറാവു സാർ, ഗോദവർമ്മ രാജ, രേവതി ഉണിത്തിരി, താര ആർട്ട് സെന്ററിലെ രാമമൂർത്തി കണ്ണു വീഴ്ചതാ ഇങ്ങനെ. ഒരു 2 സ്പൂൺ മുളക് പൊടി വാരിയിടണം. ആ രാമമൂർത്തിയുടെ കണ്ണിലോ? ദേവകിയമ്മയോട് പറഞ്ഞ രസത്തിന് എരിവ് പോരാ. എന്നിട്ട് കേക്കട്ടെ. ഏട്ടനൊന്നും ശ്രദ്ധിക്കുന്നില്ല. മതി, ബാക്കി ദേവകിയമ്മ ചെയ്തോളൂ. എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ. ഏട്ടന്റെ പപ്പക്കുട്ടി ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം, മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെന്താ ദേവിയമ്മേ? പാവയ്ക്ക സാമ്പാർ. പാവയ്ക്ക സാമ്പാർ, അത് മറന്നു. പിന്നെ കിണ്ണം കാച്ചി ഒരു മോർക്കാളനും. ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നീ പോയി കൈ കഴുകിയിട്ടിരിക്കേ. നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം. കാലിന് എന്താ വേദന എന്നറിയോ? എല്ലെല്ലാം നുറുങ്ങിപ്പോയ പോലെ. ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലോട്ട് ഒഴിഞ്ഞു തരും. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കൈയിട്ട് സുഖമായിട്ട് കിടക്കണം. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. ഹലോ, ആരാ? ആരാ? എനിക്കേട്ടാ. ഹായ്, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പ്രോഗ്രാമിന്റെ സക്സസ് അത് നന്ദന്റെ മിടുക്ക. പിന്നല്ലാതെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. എനിക്കൊന്ന് കാണാൻ തോന്നുന്നു. എന്താ അതിലിത്ര വലിയ തെറ്റ്? ഒന്ന് കാണണം തോന്നി, അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഓ, വലിയൊരു അഡ്വൈസർ. കണ്ണട വെച്ചോണ്ട് മാത്രം ആളുകൾക്ക് വലിയ മെച്ചൂരിറ്റി ഒന്നും വരില്ല. ഓ, ആരാ പപ്പ അത്? ഏട്ടാ, വേഗം സംസാരിച്ച് അവസാനിപ്പിക്കേ, കഴിക്കാം. സംസാരിച്ചു കഴിഞ്ഞു. നന്ദനായിരുന്നു ഏട്ടാ. ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് വിളിച്ചതാ. ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറയാൻ. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. അതിനു മുകളിൽ ക്രിയേറ്റീവായ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളർത്തരുത്. പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടൻ കൂടെ ചിന്തിക്കുന്നുണ്ട്. രാവും പകലും അതിനെക്കുറിച്ച്. അതൊന്നും വെറുതെ ആകരുത്. പപ്പയ്ക്ക് മനസ്സിലായോ?